എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ സന്ദീപ് വാര്യർ പാർട്ടി വിടുമെന്നും CPIയിലോട്ടോ CPMയിലോട്ടോ ജോയിൻ ചെയ്യും എന്നാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം സന്ദീപ് വാര്യർ പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും താൻ ചെയ്ത തെറ്റുകൾ പാർട്ടിക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞ് അണികളോട് മാപ്പ് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ തന്നെ തുടരാനാണ് സാധ്യത. അതായത് സന്ദീപ് വാര്യർ ഒരുപാട് CPM നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പക്ഷേ അവരിൽ നിന്നും ഒന്നും സന്ദീപ് വാര്യർക്ക് പോസിറ്റീവായ ഒരു പ്രതികരണം ലഭിച്ചിരുന്നില്ല. അതും പാർട്ടി വിടുന്നതിൽ നിന്ന് സന്ദീപിനെ പിന്തിരിപ്പിച്ചു. കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മേജർ രവിയും പോലുള്ള ആൾക്കാർ സന്ദീപിനെ നേരിട്ട് ബന്ധപ്പെട്ടു. പാർട്ടി വിടരുത് എന്ന് അഭ്യർത്ഥിച്ചു, പാർട്ടി തുടരാൻ അഭ്യർത്ഥിച്ചു. സുരേഷ് ഗോപിയും മേജർ രവിയും എല്ലാവിധ പിന്തുണ സന്ദീപ് വാര്യർക്ക് അറിയിച്ചിട്ടുണ്ട്. ഇതും ഒരു ഘടകമാണ്. സന്ദീപിനെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ പിന്തിരിപ്പിക്കാൻ ഇതും ഒരു ഘടകമായിട്ടുണ്ട്. കൂടാതെ പല RS നേതാക്കളും സന്ദീപ് വാര്യരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ സന്ദീപിനോട് പാർട്ടി വിടരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാലും സന്ദീപിന് ഒരു കാര്യം മനസ്സിലായി. പാർട്ടി വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഗ്ലാമർ ഒന്നും ഇടത് പ്ലാറ്റ്ഫോമിൽ കിട്ടില്ല. BJP എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഗ്ലാമറും ഒരു പിന്തുണയും എന്ത് തന്നെയായാലും ഇടത് പാളയത്തിൽ നിന്ന് ലഭിക്കില്ല. സന്ദീപിന് മനസ്സിലായി കാര്യങ്ങൾ. ഈ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ടാണ്, അതായത് നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ ഇടത് പാളയത്തിൽ നിന്ന് സന്ദീപിന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അതായത് സന്ദീപിന് മനസ്സിലായി ഈ ബൈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത് പാളയത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കൂടാതെ സന്ദീപ് വാര്യർ നേതൃത്വത്തിനെതിരെ ആദ്യം പ്രതികരിച്ചപ്പോൾ ഒരുപാട് സംഘപരിവാർ അണികൾ പോലും സന്ദീപിനെ പിന്തുണച്ചിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സന്ദീപ് വീണ്ടും തൻ്റെ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആവർത്തിച്ചപ്പോൾ ഇതേ അണികൾ തന്നെ സന്ദീപിനെ ആദ്യം സപ്പോർട്ട് ചെയ്ത ഇതേ അണികൾ തന്നെ സന്ദീപിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, കുറച്ച് ദിവസമായി ഒരു മീഡിയ അറ്റൻഷനും സന്ദീപിന് കിട്ടുന്നില്ല. ആരും സന്ദീപിനെ തിരിഞ്ഞു നോക്കുന്നില്ല. സന്ദീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതായത് താൻ ബന്ധപ്പെട്ട ഇടത് നേതാക്കൾ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. നമുക്കറിയാം, സന്ദീപ് വാര്യർ MP രാജേഷുമായിട്ടും AK ബാലനുമായിട്ടും ഒരുപാട് പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. പന്ന്യൻ രവീന്ദ്രനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊക്കെ ആ സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരു മീഡിയ ഹൈപ്പ് ഇപ്പോൾ സന്ദീപിനില്ല. അപ്പോൾ സന്ദീപിന് മനസ്സിലായി ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കാര്യം കട്ടപ്പുകയായിരിക്കുമെന്ന, ഇടതുപാളയത്തോട്ട് പോയി കഴിഞ്ഞാൽ കട്ടപ്പുകയായിരിക്കുമെന്ന ഒരു അവസ്ഥയാണ് സന്ദീപിനെ കാത്തിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, സന്ദീപിന് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, വളരെ കൊട്ടിക്കൊഴിച്ചാണ് ഭീമൻ രഘു BJP വിട്ട് CPMയിലോട്ട് പോകുന്നത്. അന്ന് ഇരുകൈ നീട്ടി സ്വീകരിച്ച CPM അണികൾ തന്നെ ഭീമൻ രഘുവിനെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതായത് പാർട്ടി അണികൾ തന്നെ ഭീമൻ രഘുവിനെ ഒരു കോമാളിയായിട്ടാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ഒരു ട്രോൾ മെറ്റീരിയലായിട്ടാണ് ഭീമൻ രഘുവിനെ പാർട്ടി അണികൾ പോലും ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ആ ഒരു അവസ്ഥ സന്ദീപിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സന്ദീപ് പാർട്ടി മാറുന്നതിനെ കുറിച്ച് പുനർചിന്തനം നടത്തിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും സന്ദീപിന് മുന്നിലുള്ള ഏക പോംവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് പാർട്ടിക്ക് മുന്നിൽ ഏറ്റുപറഞ്ഞ് അണികളോടും തെറ്റ് മാപ്പ് പറഞ്ഞ് പാർട്ടിയിൽ തന്നെ തുടരുന്നതാണ് സന്ദീപിന് നല്ലത്. അല്ലെങ്കിൽ ഇടത് പാളയത്തിലോട്ട് ചേക്കേറി കഴിഞ്ഞാൽ സന്ദീപിന്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ ഇല്ലാതാകും. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. BJP മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലോട്ട് വരുന്നത് പോലെയല്ല BJPയിൽ നിന്ന് ഒരാൾ CPMയിലോട്ട് പോകുന്നത്. സന്ദീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സന്ദീപ് അതിരൂക്ഷമായ ഭാഷയാണ് ഇടത് നേതാക്കൾക്കെതിരെ പല ചാനൽ ചർച്ചകളും സന്ദീപിന്റെ പ്രസ്താവനകൾ പോലും ഇടത് നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് സന്ദീപ് വാര്യർ പ്രതികരിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ പെട്ടെന്ന് പാർട്ടിയിൽ എത്തിക്കുന്നതും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് ഇടത് നേതാക്കൾ CPM നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ സന്ദീപ് വാര്യരെ പാർട്ടിയിൽ എടുക്കാൻ അധികം താല്പര്യം കാണിക്കാത്തത്. എന്തു തന്നെയായാലും സന്ദീപ് വാര്യർ ഇടത് പാളയത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കില്ല. സന്ദീപ് വാര്യർ ഉദ്ദേശിച്ചത് ഷൊർണൂരോ പാലക്കാടോ 2026 നിയമസഭാ ഇലക്ഷനിൽ ഒരു MLA സ്ഥാനമാണ് സന്ദീപ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ ഇടത് പാളയത്തിൽ ചേക്കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം സ്ഥാനമാനങ്ങൾ കിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. അതും സന്ദീപിനെ പാർട്ടി വിടുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. AK ബാലൻ ആദ്യഘട്ടത്തിൽ AK ബാലനും MP രാജേഷും ഒക്കെ സന്ദീപ് വാര്യരായിട്ട് ചർച്ച നടത്തിയ അവസരത്തിൽ ഇവരൊക്കെ സന്ദീപിനെ നല്ല ഓഫർ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ഷൊർണൂർ ഒരു MLA സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു. 2026 അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം പോലും സന്ദീപിന് ഓഫർ ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പക്ഷേ എന്ത് തന്നെയാലും നടക്കാൻ പോകുന്നില്ല. അവർ സന്ദീപിനെ പാർട്ടിയിൽ നിന്ന് എങ്ങനെ ചാടിക്കണം, BJPയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഓഫർ വെച്ചത്. പക്ഷേ സന്ദീപിന് മനസ്സിലായി, ഇത് ഈ ബൈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈപ്പൊന്നും അപ്പോഴുണ്ടാവില്ല. ഇപ്പോൾ കിട്ടുന്ന ഒരു പരിഗണന അപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ല. പിന്നെ അതുമാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് അണികൾ പോലും സന്ദീപിനെ പാർട്ടിയിൽ എടുക്കുന്നതിന് എതിരാണ്. ഇൻ കേസ് CPMലോ CPIയിലോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് അണികൾ പോലും സന്ദീപിനെ വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നൊരു തിരിച്ചറിവാണ് ഇടതു പാളയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരിക്കാം. സന്ദീപ് വാര്യർ പാർട്ടി വിടാത്തതാണ് നല്ലത്. BJP സംസ്ഥാന നേതൃത്വവും BJP അണികളും ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ നമുക്കറിയാം, സന്ദീപ് നല്ല വാക്ചാതുര്യമുള്ള ആളാണ്. നല്ല ചാനൽ ചർച്ചയിലേക്ക് നന്നായിട്ട്
പെർഫോം ചെയ്യുന്ന ഒരാളാണ്. സന്ദീപിനെ BJPക്ക് ആവശ്യമുണ്ട്. BJP അണികൾ സന്ദീപിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ BJP വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാലും ഈ ഒരു ഗ്ലാമർ എന്തായാലും സന്ദീപിന് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പക്ഷേ സന്ദീപ് ചെയ്ത തെറ്റാണെന്ന് എന്തായാലും ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. നേതൃത്വത്തിന് മുന്നിൽ സന്ദീപ് ചെയ്ത തെറ്റാണെന്ന് ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല സന്ദീപ് അണികളോട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സന്ദീപിന് പാർട്ടി ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. ചെറിയ ശാസനയിൽ ഒതുക്കും. സന്ദീപിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ല, ഒരു ശാസനയിൽ ഒതുക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, പാലക്കാട് എന്തായാലും BJP ജയിക്കും. പാലക്കാട് തോറ്റാലാണ് പാലക്കാട് BJP തോറ്റാൽ സന്ദീപ് വാര്യരുടെ നില അപകടത്തിലാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ഇപ്പോഴത്തെ അവസ്ഥയിൽ പാലക്കാട് C. കൃഷ്ണകുമാർ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ പാർട്ടിക്ക് BJPക്ക് സന്ദീപിനെതിരെയുള്ള ഒരേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ നേതൃത്വത്തിനെതിരെ വരാൻ പാടില്ലായിരുന്നു എന്ന ഒരു പരിഭവം മാത്രമാണ് BJPക്ക് സന്ദീപിനോടുള്ളത്. അത് സന്ദീപ് താൻ ചെയ്ത് തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി എന്തായാലും ക്ഷമിക്കും. ചെറിയ നടപടി, ഒരു ശാസനയിൽ ഒതുക്കി സന്ദീപിനെ വീണ്ടും പൂർവാധികം ശക്തിയുടെ പാർട്ടിയിൽ നിലനിർത്തും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. BJPയുടെ പല ഉന്നത നേതാക്കളും സന്ദീപുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപിയും മേജർ രവിയും പോലുള്ള ആൾക്കാർ സന്ദീപിനോട് നേരിട്ട് അഭ്യർത്ഥിച്ചു, പാർട്ടി വിടരുത്, ഒരു കാരണവശാലും പാർട്ടി വിടരുത്, ഈ പാർട്ടിയിൽ തന്നെ നിൽക്കണം. സന്ദീപ് കുറച്ച് കാലം വെയിറ്റ് ചെയ്യണം. പാർട്ടിയിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല സ്ഥാനമാനങ്ങളും സന്ദീപ് വാര്യറിലേക്ക് വന്നു ചേരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അവർ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് സന്ദീപിനെ ധരിപ്പിച്ചിരിക്കുന്നത്. മേജർ രവിയും സുരേഷ് ഗോപിയും പോലുള്ള ആൾക്കാർ. നമുക്കറിയാം സന്ദീപ് വാര്യർ സുരേഷ് ഗോപിയൊക്കെ ആയിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. അപ്പോൾ സുരേഷ് ഗോപി സന്ദീപ് വാര്യരെ ഫോൺ വിളിച്ച് നേരിട്ട് ബന്ധപ്പെട്ട് പാർട്ടി വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാലും നമുക്ക് കാത്തിരിക്കാം. സന്ദീപ് വാര്യർ പാർട്ടി വിടരുത് എന്ന് തന്നെയാണ് എല്ലാ BJP അണികളും BJP പ്രവർത്തകരും BJP ആരാധകരും ആഗ്രഹിക്കുന്നത്. സന്ദീപിൻ്റെ സാന്നിധ്യം പാർട്ടിക്ക് ആവശ്യമാണ്. ചാനൽ ചർച്ചകളിൽ ഇനിയും എതിരാളികളെ മലർത്തിയടിക്കാൻ സന്ദീപ് വേണം. നമുക്കറിയാം ഇനി ഇപ്പോൾ BJPയുടെ അടുത്ത ടാർഗറ്റ് 2026 കേരള ഭരണം പിടിക്കുക എന്നാണ്. അപ്പോൾ സന്ദീപും കൂടെ ഉണ്ടാവണം. എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്ത ലഭിക്കും. ഒരു കാര്യം ഉറപ്പിക്കാം, സന്ദീപ് വാര്യർ എന്തായാലും പാർട്ടി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി വിട്ടാൽ അത് അദ്ദേഹം പൊളിറ്റിക്കലി അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ ഇല്ലാതാവും എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്. പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ചെറിയ ശാസനയിൽ ഒതുക്കി സന്ദീപ് വാര്യർ പാർട്ടി നിർത്താൻ തന്നെയായിരിക്കും പാർട്ടിയുടെ തീരുമാനം. എന്തിനാണ് നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിൽക്കണോ അതോ ഇടതുപാളയത്തിലോട്ട് പോകണോ? നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.